ഓക്കെ, ഇല്ലസ്ട്രേഷൻ 1ന്റെ ആൻസർ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് ശ്യാം അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് മാത്രം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഗുഡ്സ് സോൾഡ് ടു ശ്യാം എന്ന് പറയുമ്പോൾ ഓക്കെ, ഹെഡിങ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഓക്കെ, ഡ്യൂ ഡേറ്റ്, എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, ഓക്കെ, ഇൻട്രസ്റ്റ്. അതേപോലെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഡ്യൂ ഡേറ്റ്, എമൗണ്ട്, ഇൻട്രസ്റ്റ്, സോറി, നമ്പർ ഓഫ് ഡേയ്സ്, ഇൻട്രസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് സെപ്റ്റംബർ 16 ഫസ്റ്റ് ട്രാൻസാക്ഷൻ. സെപ്റ്റംബർ 16 16/9. ഓക്കെ, ഗുഡ് സോൾഡ് ടു ശ്യാം എന്ന് പറയുമ്പോൾ ശ്യാം അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ്. എത്ര എമൗണ്ട്? 200 rupees. ഓക്കെ, അതിന് മുന്നേ ഡ്യൂ ഡേറ്റ് 1st October. ഓക്കെ, 1st October. ഇനി നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫെബ്രുവരി വരെയാണ്. അതായത് 16th September എന്ന് പറയുമ്പോൾ ഓക്കെ, 16th September എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 16th September മുതൽ ഓക്കെ, 16th September മുതൽ എടുക്കുമ്പോൾ 16th September മുതൽ എടുക്കുമ്പോൾ എത്ര ദിവസം? 123 days വരും. എത്ര വരുന്നത്? 123 days. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക. 16th September ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, February 1st ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. 16 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ 30 days ആ ഉള്ളത്. 30 - 16 14 days വരും. 14 പ്ലസ് ഓക്കെ, ഒക്ടോബറിൽ 31, നവംബറിൽ 30, ഡിസംബറിൽ 31, ജാനുവരിയിൽ 31. ഓക്കെ, 137 days വരുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് 16th September ആണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, സോറി ട്രാൻസാക്ഷൻ ഡേറ്റ്. 1st October ആണ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, 1st October മുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒക്ടോബർ 31 days ആണ്. അതിൽ ഫസ്റ്റ് ഡേറ്റ് മാത്രം ഒഴിവാക്കിയ 30 days. ഓക്കെ, 30, നവംബറിൽ 30, ഡിസംബറിൽ 31, ജാനുവരിയിൽ 31, പിന്നെ ഫെബ്രുവരിന്റെ 1 തീയതി മാത്രം അത് എടുക്കണം. ഓക്കെ, 123 days അങ്ങനെ കിട്ടും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ വരാ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4.04 വരും മക്കളെ, 4.04. ശരിയല്ലേ? ഓക്കെ, 4.04. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ 1st October ട്രാൻസാക്ഷൻ ആണ് അടുത്ത റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് റിസീവ്ഡ്. ഓക്കെ, 1st October ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ബൈ ക്യാഷ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ 1st October തന്നെ. ക്യാഷ് റിസീവ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും ഡ്യൂ ഡേറ്റ് അത് തന്നെയാ വരാം. 1st October. എത്ര എമൗണ്ട് കിട്ടുന്നത്? 90 rupees ആ കിട്ടുന്നത്. എത്ര? 90 rupees. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ സെയിം 123 days വരും. 123 days വരുമ്പോൾ 90 into 6% into 123 divided by 365, that is equal to 1.82 വരും. ഓക്കെ, 1.82. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് October 21 ആണ്. അതെന്താണ്? ഗുഡ്സ് പർച്ചേസ്ഡ് ആണ്. ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ 21st October. ഓക്കെ, ബൈ പർച്ചേസ്. ഓക്കെ, ബൈ പർച്ചേസ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1st December ആ വരുന്നത്. 1st December. ഇന്നലെ ഡേയ്സ് എമൗണ്ട് എന്ന് പറയുന്നത് 500 rupees ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഡിസംബറിൽ 31 days ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഡേറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേയ്സ് 62 days ആണ്. 30 31 എന്ന് പറയുമ്പോൾ 61 plus 1 62. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 500 into 6% into 62 divided by 365, that is equal to 5.10 വരും. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്യണേ മക്കളെ. അതായത് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 5ന്റെ മേലെ ആണെങ്കിൽ അതൊരു എന്താ ചെയ്യുക, നെക്സ്റ്റ് നമ്പർ എടുക്കുക. 5ന്റെ താഴെ ആണെങ്കിൽ സെയിം നമ്പർ എടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേ ടു ശ്യാം. എന്താ? ജേർണൽ എൻട്രി ടു ക്യാഷ്. ഓക്കെ, ശ്യാം അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഏതാ ഡേറ്റ്? 1st November. ഓക്കെ, 1st November. ഡ്യൂ ഡേറ്റും 1st November തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല.
എന്നിട്ട് എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ 330 rupees ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 92 days ആ വരുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 92 days. ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് if I'm right 5 rupees. ഓക്കെ, 5 rupees. ഓക്കെ, 5 rupees ആണ് വരുന്നത്. ഓക്കെ, 5 rupees. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് December 1 അതും സെയിം ട്രാൻസാക്ഷൻ ടു ക്യാഷ്. ഓക്കെ, ഡ്യൂ ഡേറ്റും സെയിം 330 rupees തന്നെയാണ്. പക്ഷേ ഇൻട്രസ്റ്റ് മാറും. 1 October ആകുമ്പോൾ 62 days ആവുള്ളൂ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 330 into 6% into 62 divided by 365. If I am right, 3.36. Okay, 3.36. And after goods purchased from Shyam December 5 5th 5/12 by purchase. Okay, by purchase. Okay, purchase ചെയ്തത് 500 രൂപക്കാണ്. 500 രൂപക്ക്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1st January. ഓക്കെ, 1st January എന്ന് പറയുമ്പോൾ 31 days. 31 daysന് 31 days തന്നെ വരും. ഓക്കെ, ജാനുവരി 31 നമ്മൾ അതിൽ 1 അവോയ്ഡ് ചെയ്യുക, 30 വരും. പിന്നെ ഫെബ്രുവരിന്റെ 1. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.55 വരും. എത്ര? 2.55. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ആണ് ഗുഡ്സ് പർച്ചേസ് തന്നെയാണ്. അത് 10th Decemberനാണ്. 10th Decemberന്. ഓക്കെ, 10th Decemberന് ബൈ പർച്ചേസ്. ഓക്കെ, സെയിം ജേർണൽ ആയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 200 rupees വാങ്ങിക്കുന്നത്. സെയിം ഡ്യൂ ഡേറ്റ് ആ വരുന്നത്. ഓക്കെ, സെയിം ഡ്യൂ ഡേറ്റ് വരുമ്പോൾ 31 days. ഓക്കെ, എന്നാലും ഇൻട്രസ്റ്റ് വരുന്നത് പക്ഷെ ഡിഫറെന്റ് എമൗണ്ട് ആയിരിക്കും. കാരണം എമൗണ്ട് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് മാറും. Into 31 divided by 365, that is equal to 1.02. If I am right, 1.02. Okay, പിന്നെ ട്രാൻസാക്ഷൻ വരുന്ന വെച്ചാൽ പേ ടു ശ്യാം അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, അതപ്പോ വരുന്നത് പേ ടു 1st January. ഓക്കെ, അന്നേരം ഡ്യൂ ഡേറ്റും 1st January വരും. എമൗണ്ട് എന്ന് പറയുന്നത് 600 rupees ആണ്. ഓക്കെ, 1st January എന്ന് പറയുമ്പോൾ 31 days ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 600 into 6% into 31 by 365 എന്ന് പറയുമ്പോൾ 3.06 കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ് സോൾഡ് ടു ശ്യാം ആണ്. ഗുഡ് സോൾഡ് ടു ശ്യാം എന്ന് പറയുമ്പോൾ സെയിം January 9 1 9 സോറി 9/1 ആണ്. ട്രാൻസാക്ഷൻ ടു സെയിൽസ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1st February ആണ്. 1st February എന്ന് പറഞ്ഞാൽ 1/2 വരും. 1/2. ഓക്കെ, 1/2. ഇവിടെ എമൗണ്ട് എന്ന് വെച്ചാൽ 20 rupees വരും. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് 0 വരാം. മനസ്സിലാക്കുക, ഡ്യൂ ഡേറ്റ് ടു പ്രിപ്പറേഷൻ ഡേറ്റ് വരെ 0 days ആണ്. അന്നേരം അവിടെ ഇൻട്രസ്റ്റ് വരൂല. ഓക്കെ, ഇൻട്രസ്റ്റ് നാളെ മുതലാ വരാം. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഇവിടെ വരൂല. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്യുമ്പോൾ 2 കോളം മാത്രമേ ബാലൻസ് ചെയ്യണ്ടൂ. എമൗണ്ട് കോളവും പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് കോളം. ഫസ്റ്റ് ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ കൂടുതൽ നോക്കാം. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ 15.46 ആണ് കിട്ടുന്നത്. 15.46 കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ബാലൻസ് എന്താ വരാ? 1st February by balance of interest. ചെയ്ത എത്ര എമൗണ്ട് വരുന്നത്? 15.46 മൈനസ് 1.82 അങ്ങനെയെല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 4.97. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണം. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? ശ്യാം അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. അന്നേരം 1st February നിങ്ങൾ എന്ത് ചെയ്യുക? ശ്യാമിന്റെ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, എത്ര എമൗണ്ട്? 4.97. അതിനുശേഷം ശ്യാമിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ശ്യാമിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക. സോറി, ഡെബിറ്റ് സൈഡിൽ 1484.97. ഓക്കെ, 1484.97. ഓക്കെ, ആ ബോക്സിനുള്ളിൽ എഴുതാൻ പറ്റാത്തത് അതിന്റെ താഴെ എഴുതിയത്. ഓക്കെ, സ്റ്റിൽ എന്താ ചെയ്യുക? ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ബാലൻസ് കണ്ടുപിടിക്കണം. എത്ര എമൗണ്ട് വരുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ 194.97.
ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. നമ്മളെല്ലാം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാ പറഞ്ഞ, അല്ലാണ്ട് വെറുതെ നമ്മൾ മഗപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ.